നാളെയാണ് ഈ വർഷത്തെ കുചേല ദിനം. ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ് കുചേല ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ഈ കുചേല ദിനത്തിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ എന്തെല്ലാം വഴിപാടുകളാണ് നടത്തേണ്ടത് എന്നും അതേപോലെ നാളെ ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്ത ആളുകൾക്ക് വീട്ടിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. നമുക്കറിയാം, ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ സ്നേഹിതനായ തൻ്റെ സഹപാഠിയായ കുചേലന് സർവ്വ ഐശ്വര്യങ്ങളും നൽകി അനുഗ്രഹിക്കുന്ന ദിവസമാണ് കുചേല ദിനമായി നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കുചേലൻ്റെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും കഥ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ കഥയിലേക്കൊന്നും പോകുന്നില്ല. നാളത്തെ ദിവസം നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. നാളെ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ രാവിലെയും വൈകുന്നേരവും ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്ന ആളുകൾ അങ്ങനെ പോകുക. ഇല്ലെങ്കിൽ ഒരു നേരമെങ്കിലും നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. അപ്പോൾ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോയാൽ മാത്രം പോരാ, നാളത്തെ പ്രധാന വഴിപാടായ അവൽ നിവേദ്യം നമ്മൾ നമ്മുടെ പേരിൽ നടത്തണം. അപ്പോൾ നമുക്കറിയാം, കുചേലന് ശ്രീകൃഷ്ണ ഭഗവാനെ കാണാനായിട്ട് അവലുമായിട്ടാണ് ചെന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഓർമ്മയ്ക്കാണ് നമ്മൾ ആ ഒരു പുണ്യ ദിവസം അവൽ നിവേദ്യം ശ്രീകൃഷ്ണ ഭഗവാന് വഴിപാടായി നടത്തണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വഴിപാട് നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനമാണ്, നമ്മൾ നാളെ ആ ഒരു കൃഷ്ണ ഭഗവാന്റെ ആ തിരുനടയിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ പരാതികളൊന്നും ഭഗവാനോട് പറയാൻ പാടില്ല. നമുക്കറിയാം, നമ്മൾ ക്ഷേത്രത്തിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഭഗവാനോട് പറയാനായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ടാവും. ഒന്നിലെ നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങൾ, അതല്ലെങ്കിൽ തൊഴിൽപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെയുള്ള കാര്യങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ട്, അങ്ങനെ പല കാര്യങ്ങളും പരാതി നമുക്ക് ഇങ്ങനെ പറയാനായിട്ട് ഭഗവാന്റെ മുന്നിലുണ്ടാവും. പക്ഷെ നാളത്തെ ദിവസം നമ്മൾ ഭഗവാനോട് ഒരു പരാതിയും പറയാൻ പാടില്ല. ആ തിരുസന്നിധിയിൽ ചെന്ന് നമ്മൾ കൊണ്ടുപോകുന്ന ആ ഒരു അവല്, ആ ഒരു തിരുസന്നിധിയിൽ ഏറ്റവും സന്തോഷത്തോടു കൂടി ഭഗവാനെ കൺകുളിർക്കെ കണ്ടുകൊണ്ട് തന്നെ ആ ഒരു നടയിൽ സമർപ്പിച്ച് നമുക്ക് തൊഴുത് നമ്മൾ സന്തോഷത്തോടു കൂടി തന്നെ ആ ഒരു സന്നിധിയിൽ നിന്ന് തിരിച്ചു പോരേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഒരു സങ്കടങ്ങളും കാണിക്കാതെ, ഒരു പരാതികളും പറയാതെ, മനസ്സ് ഏറ്റവും സമാധാനമായി ഏറ്റവും സന്തോഷത്തോടു കൂടി നമ്മൾ ആ ഒരു നാളത്തെ ദിവസം ഈ ഒരു അവൽ നിവേദ്യം വഴിപാട് നടത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് പൂർണ്ണമായിട്ടുള്ള ഒരു അനുഗ്രഹം നമ്മളിലേക്ക് എത്തപ്പെടുകയുള്ളൂ. അപ്പോൾ നാളത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത ഇത് തന്നെയാണ്. കുചേലൻ ശ്രീകൃഷ്ണ ഭഗവാനെ കാണാനായിട്ട്, കാര്യം പറഞ്ഞാൽ തൻ്റെ അവസ്ഥ പറയാനൊക്കെ ആയിട്ടാണ് ആ ഒരു തിരുസന്നിധിയിലേക്ക് പോകുന്നത്. പക്ഷെ അവിടെ ചെന്ന് തൻ്റെ കൂട്ടുകാരനെ കണ്ടപ്പോൾ, ആ ഒരു രാജസന്നിധിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ കുചേലൻ ഒന്നും പറയാൻ പറ്റിയില്ല. അപ്പോൾ കൂട്ടുകാരൻ്റെ കൂടെ, ആ ഭഗവാന്റെ കൂടെ അന്നത്തെ ദിവസം ഒരു ദിവസമൊക്കെ അവിടെ ആ ഒരു രാജസന്നിധിയിൽ കഴിഞ്ഞതിന് ശേഷം സന്തോഷത്തോടു കൂടി ഒരു പരാതിയും പറയാതെ ആ ഒരു കുചേലൻ തിരിച്ചു പോരുകയാണ് ചെയ്തത്. അപ്പോൾ അത് കണ്ടറിഞ്ഞ് തന്നെ ആ ഒരു കുചേലൻ ആ ഒരു സന്നിധിയിലേക്ക് ആ കാലെടുത്ത് വെച്ച സമയം തന്നെ കുചേലന് ആവശ്യമായിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങളും ആ ഭഗവാൻ കുചേലന് നൽകി. അതുപോലെ തന്നെ നാളത്തെ ദിവസം നമ്മൾ ആ ഒരു കൃഷ്ണ ഭഗവാനോട് ഒരു പരാതിയും പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ മനസ്സിൽ നമ്മൾ എന്താണോ ആഗ്രഹിച്ചത്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താണോ വേണ്ടത്, അത് കണ്ടറിഞ്ഞ് ഭഗവാൻ തീർച്ചയായിട്ടും നമ്മൾക്ക് നൽകും. അത്രയ്ക്കും ശ്രേഷ്ഠമായിട്ടുള്ളൊരു ദിവസമാണ് കുചേല ദിനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാ കൃഷ്ണക്ഷേത്രത്തിലും നാളെ ഈ ഒരു അവൽ നിവേദ്യം വഴിപാടായിട്ട് ചിലപ്പോൾ നടത്തുന്നുണ്ടാവില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് അവല് വാങ്ങിച്ചു കൊണ്ടുപോയി ആ ഒരു നടയിൽ സമർപ്പിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ ഏറ്റവും ശുദ്ധമായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോയി നമ്മുടെ അവല് സമർപ്പിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ അവല് കൊണ്ടുപോയി നല്ല വൃത്തിയുള്ള തുണിക്കകത്ത് ഏറ്റവും ശുദ്ധിയും വൃത്തിയുമായിട്ട് വേണം അതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അത് നമ്മൾ ആ കുചേല ഭഗവാൻ കൊണ്ടുപോയതുപോലെ തന്നെ ചെറിയ കിഴിയൊക്കെ ഉണ്ടാക്കി നമുക്ക് രാവിലെയോ വൈകുന്നേരമോ ആ ഒരു ക്ഷേത്രത്തിൽ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്ത് എങ്ങനെയാണോ നടത്താൻ സൗകര്യമുള്ളത് ആ രീതിയിൽ ചെയ്യാം കേട്ടോ. അതിനൊന്നും ഒരു പ്രശ്നമില്ല. നമ്മൾ ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെയാണ് പോകുന്നതെങ്കിൽ അവിടെ നാളത്തെ പ്രധാന വഴിപാടാണ് ഈ ഒരു അവൽ നിവേദ്യം നടത്തുക എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മളവിടെ രസീത് ചീട്ടാക്കിയാൽ മതിയാകും. നമ്മൾ ആവശ്യത്തിന് പണമൊക്കെ അടച്ചു കഴിയുമ്പോൾ നമ്മുടെ പേരിലുള്ള ആ ഒരു വഴിപാട് അവിടെ നമുക്ക് നടത്താനായിട്ട് സാധിക്കും. ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ ഈ ഒരു വഴിപാട് നടത്തുന്നത് അവലിൻ്റെ കൂട്ടത്തിൽ കുറച്ച് നാളികേരവും അതേപോലെ നെയ്യ്,
ശർക്കര ഒക്കെ ചേർത്ത് നന്നായിട്ട് നിവേദ്യം ഉണ്ടാക്കിയാണ് ഭഗവാന് സമർപ്പിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവിടെ വഴിപാട് നടത്താം. അതല്ല നമ്മുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ എങ്ങനെയാണോ നടത്താൻ സൗകര്യം അതനുസരിച്ച് ചെയ്യാം. ഇനി നമുക്ക് ക്ഷേത്രത്തിൽ നാളത്തെ ദിവസം പോകാൻ പറ്റില്ല എങ്കിൽ നമുക്ക് വീട്ടിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിലൊക്കെ എഴുന്നേൽക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് രാവിലെ നെയ്വിളക്ക് ഭഗവാന്റെ മുമ്പിൽ തെളിയിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട തുളസിമാല ഭഗവാൻ അണിയിക്കുന്നതും വളരെ ശ്രേഷ്ഠതയാണ്. അതേപോലെ തന്നെ നമുക്ക് അവൽ നിവേദ്യം ഭഗവാന്റെ മുമ്പിൽ നടത്താവുന്നതാണ്. അപ്പോൾ നമ്മൾക്കറിയാം, നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ ഒരു ഫോട്ടോയ്ക്ക് മുമ്പിൽ ആ കുചേലൻ ചെയ്തതുപോലെ തന്നെ നമ്മളൊരു വൃത്തിയുള്ള ഒരു വെള്ള തുണി എടുക്കുക. അതിനകത്തേക്ക് നമുക്കൊരു പിടി അവലും അതുപോലെ തന്നെ കുറച്ച് ശർക്കരയും കുറച്ച് നാളികേരവും അതേപോലെ കുറച്ച് ചുക്കും കുറച്ച് നെയ്യും ഒക്കെ ചേർത്ത് നമ്മൾ ആ ഒരു ഭഗവാനത് കിഴി കെട്ടി സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇനിയിപ്പോൾ അങ്ങനെ കിഴി കെട്ടി സമർപ്പിച്ചില്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ അതല്ലാതെ നമുക്കൊരു പാത്രത്തിലാണെങ്കിലും ആ ഭഗവാനെ നിവേദിക്കാവുന്നതാണ്. അതൊക്കെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ നമ്മൾ വീട്ടിൽ ഇതിങ്ങനെ നിവേദിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു തുള്ളി പോലും അതിൽ നിന്ന് നമുക്ക് കളയാൻ പാടില്ല. ഒരു പ്രസാദമായിട്ട് നമ്മുടെ വീട്ടിലുള്ള എല്ലാ അംഗങ്ങളും അത് കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു ശകലം പോലും അത് നമ്മളത് വേസ്റ്റ് ആക്കി കളയാനായിട്ട് പാടില്ല. അപ്പം നമ്മൾ വളരെ കുറച്ച് മാത്രം അത് അങ്ങനെ ഭഗവാന് മുമ്പിൽ വെച്ചിരുന്നാൽ മതിയാവും കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ ക്ഷേത്രത്തിൽ ഈ ഒരു അവൽ നിവേദ്യം നടത്താൻ പറ്റാത്ത ആളുകൾക്ക് നമ്മുടെ വീട്ടിൽ നമ്മുടെ പൂജാമുറിയിലോ അതല്ലെങ്കിൽ നമ്മൾ വിളക്ക് വെക്കുന്നത് എവിടെയാണോ അവിടെ നമുക്കിത് ചെയ്യാവുന്നതാണ്. ഇനി ബ്രഹ്മമുഹൂർത്തത്തിൽ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ അതിന് ശേഷം നമ്മൾ വിളക്ക് വെക്കുന്നത് ഏത് സമയത്താണോ ആ സമയത്ത് ഈ ഒരു അവൽ നിവേദ്യം നടത്താവുന്നതാണ്. അതല്ല രാവിലെ ഈ ഒരു വഴിപാട് നടത്താൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് വൈകുന്നേരമാണെങ്കിലും നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ട് ആ ഒരു സമയത്തും ഈ ഒരു അവൽ നിവേദ്യം നമുക്ക് വഴിപാടായിട്ട് സമർപ്പിക്കാവുന്നതാണ്. പിന്നീട് നമ്മൾ വീട്ടിൽ ചെയ്യേണ്ടത് നമുക്ക് ഈ ഒരു അവൽ നിവേദ്യമൊക്കെ ഭഗവാന് സമർപ്പിച്ചതിന് ശേഷം നമുക്ക് വിഷ്ണു സഹസ്രനാമം ജപിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ശ്രീകൃഷ്ണ കീർത്തനങ്ങൾ ധാരാളമായിട്ട് ചൊല്ലാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ശ്രീകൃഷ്ണ മൂലമന്ത്രം ചൊല്ലാവുന്നതാണ്. അങ്ങനെ നമുക്ക് കൃഷ്ണ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി നാമങ്ങൾ നമ്മളിങ്ങനെ ജപിക്കുക. ഇഷ്ടം പോലെ നമുക്ക് നമ്മുടെ മനസ്സിന് സംതൃപ്തിയാകുന്ന അത്രയും നാമങ്ങൾ നമ്മൾ ജപിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ അന്നത്തെ ദിവസം കൂടുതലും നമ്മൾ ആ ഒരു കൃഷ്ണഭക്തിയിൽ മുഴുകി ആ അന്നത്തെ ദിവസം മൊത്തം നമുക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ അത് അത്രയും ശ്രേഷ്ഠമായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ അന്നത്തെ ദിവസം മഹാലക്ഷ്മിക്കും വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. നമുക്കറിയാം ആ ഒരു കുചേല ഭഗവാന് കൊടുത്ത ആ സമ്പത്ത് എന്ന് പറയുന്നത് മഹാലക്ഷ്മിയാണല്ലേ. അപ്പോൾ ആ ഒരു മഹാലക്ഷ്മി ആ ഒരു സമ്പത്ത് നമ്മുടെ അടുത്തേക്ക് വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹവും വേണം. അതേപോലെ തന്നെ മഹാലക്ഷ്മിയുടെ അനുഗ്രഹവും നമുക്ക് വേണം. അപ്പം നെയ്വിളക്ക് അതിന് വേണ്ടിയിട്ടാണ് കത്തിക്കാനായിട്ട് പറഞ്ഞത്. അപ്പം നെയ്വിളക്ക് കത്തിക്കുകയാണെങ്കിൽ അത് ശ്രേഷ്ഠമായിട്ടുള്ളൊരു കാര്യമാണ്. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും കൂടെ നമ്മുടെ കുടുംബത്തിലേക്ക് ഉണ്ടാവാനായിട്ട് ഈ നെയ്വിളക്ക് കത്തിക്കുന്നതിലൂടെ സാധിക്കും. അതിനും കൂടെയാണ് നമ്മൾ നെയ്വിളക്ക് കത്തിക്കാനായിട്ട് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു കൃഷ്ണ ഭഗവാന്റെയും കുചേലൻ്റെയും ആ ഒരു കഥയൊക്കെ നമ്മൾ ആ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുക. ആ ഒരു കഥയൊക്കെ വീണ്ടും വീണ്ടും നമ്മൾ പറയുന്നതും ഓർമ്മിക്കുന്നതും സ്വയമാണെങ്കിലും ഓർക്കുന്നതുമൊക്കെ നാളത്തെ ദിവസത്തെ ഒരു പുണ്യമാണ്. അപ്പോൾ നമ്മൾ ആ ഒരു നാളത്തെ ദിവസത്തെ ആ ഒരു പ്രത്യേകത മനസ്സിലേക്ക് ഉൾക്കൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം നമ്മുടെ കുടുംബത്തുണ്ടാകും. നമ്മുടെ മനസ്സിലാഗ്രഹിച്ച നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും തന്ന് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കും. അപ്പോൾ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏറ്റവും അടുത്ത് തന്നെ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.